ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്ററിലെ ലീഡർഷിപ്പിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ലീഡർഷിപ്പിൻ്റെ മീനിങ്, ഡെഫിനിഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എല്ലാവരും ആ പാഠഭാഗങ്ങൾ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായി ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? ഓക്കെ. നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷൻ്റെ സക്സസിന് പിറകിലും ഒരു ലീഡറിൻ്റെ എഫേർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലേ? എന്തിനാ? തൻ്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ കോവർക്കേഴ്സിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ. സോ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ലീഡറിൻ്റെ റോള് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. ഫസ്റ്റ് വൺ, ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓഫ് പീപ്പിൾസ്. സെക്കൻഡ് വൺ, പേഴ്സണൽ റിലേഷൻ. തേർഡ് വൺ, ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഫോർത്ത് വൺ, ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. ഫിഫ്ത്ത് വൺ, പ്രൊവൈഡ് ട്രെയിനിങ് ടു ദി സബോർഡിനേറ്റ്. അപ്പം നമ്മൾ സ്ലൈഡിൽ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പിൻ്റെ ഒരു 5 പോയിന്റ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ, ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനകത്ത് പല ബിഹേവിയേഴ്സ് ഉള്ള എംപ്ലോയീസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലേ? പല ഒബ്ജക്റ്റീവ്സോടുകൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നല്ലൊരു ലീഡർ ഉണ്ടായാൽ അല്ലെങ്കിൽ നല്ലൊരു ലീഡർഷിപ്പാണ് അവിടെ ഉള്ളതെങ്കിൽ തൻ്റെ എംപ്ലോയീസിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവിനെ എൻറ്റയർ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്ക് മാറ്റുകയും സക്സസ്സിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, ഓർഗനൈസേഷൻ്റെ മാക്സിമം സക്സസ്സിന് വേണ്ടി തൻ്റെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മാക്സിമം പോസിറ്റീവ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്ത് സക്സസ്സിലോട്ട് എത്തിക്കാൻ ഒരു ലീഡറിൻ്റെ ആവശ്യമുണ്ട്. സോ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് വേണ്ടി തൻ്റെ ഫോളോവേഴ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവിടെ ഒരു ലീഡറിൻ്റെ അത്യാവശ്യം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പേഴ്സണൽ റിലേഷൻ. പേഴ്സണൽ റിലേഷൻ ഒരു ലീഡറിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് തൻ്റെ എംപ്ലോയീസ് അല്ലെങ്കിൽ തൻ്റെ കോവർക്കേഴ്സുമായി നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിലൂടെ തൻ്റെ കോവർക്കേഴ്സിൻ്റെ നീഡ്സ്, വാണ്ട്സ് ഒക്കെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനും ലീഡേഴ്സിന് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട മോട്ടിവേഷൻ, എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിലൂടെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാവരെയും ഓർഗനൈസേഷൻ്റെ സക്സസ്സിലോട്ട് ലീഡ് ചെയ്യാനും ഇത് സാധിക്കുന്നു. സോ എ ലീഡർ ഷുഡ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ ഫോളോവേഴ്സ്. ഓക്കെ. നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഓർഗനൈസേഷൻ്റെ സക്സസ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. Point is introducing changes in the organization. Introducing changes in the organization. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ചേഞ്ചസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് എല്ലാ എംപ്ലോയീസും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. മേ ബി തൻ്റെ വർക്കിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാവും അവർ പുതിയ മാറ്റത്തിന് താല്പര്യപ്പെടാത്തത്. സോ അങ്ങനെയുള്ള ഒരു കേസിൽ അവിടെ ഒരു നല്ലൊരു ലീഡർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തൻ്റെ എംപ്ലോയീസിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ പുതിയ കാര്യം അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് വരുന്ന ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത് പൂർണ്ണമായും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കാൻ അവിടെ ഒരു ലീഡറിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് എൻറ്റയർ ഓർഗനൈസേഷനെ സക്സസ്സിലോട്ട് എത്തിക്കും. സോ ഒരു ഓർഗനൈസേഷനകത്ത് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ലീഡർഷിപ്പിനെ കൊണ്ട് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹാൻഡിൽ കോൺഫ്ലിക്റ്റ് എഫക്റ്റീവ്ലി. ഹാൻഡിൽ കോൺഫ്ലിക്റ്റ് എഫക്റ്റീവ്ലി. ഓർഗനൈസേഷനകത്ത് ഹ്യൂമൻ റിസോഴ്സുകൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും.
മേ ബി എംപ്ലോയി ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസും ട്രേഡ് യൂണിയനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ എഫക്റ്റീവായി ഹാൻഡിൽ ചെയ്യാൻ ഒരു ലീഡർ ആവശ്യമാണ്. നല്ലൊരു ലീഡർ ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്ത് ഭാവിയിൽ ഇതിനെ തുടർന്നൊരു പ്രശ്നം വരാതിരിക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒരു ലീഡറെ കൊണ്ട് സാധിക്കുമെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് അത് ഹെൽപ്പ് ചെയ്യും അല്ലേ. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് പ്രൊവൈഡ് ട്രെയിനിങ് ടു ദി സബോർഡിനേറ്റ്. പ്രൊവൈഡ് ട്രെയിനിങ് ടു ദി സബോർഡിനേറ്റ്. സക്സഷൻ പ്രോസസ്സിനെ സ്മൂത്ത് ചെയ്യാൻ പ്രോപ്പർ ടൈമിൽ, പ്രോപ്പർ രീതിയിൽ എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. നല്ലൊരു ലീഡറാണെങ്കിൽ തൻ്റെ എംപ്ലോയീസിന് പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് മൂലം അവരുടെ വർക്ക് സ്മൂത്ത് ചെയ്യാനും, അല്ലെങ്കിൽ അത് എൻറ്റയർ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യാനും, അവർ വിചാരിച്ചത്ര സക്സസ് നേടിയെടുക്കാനും പറ്റുള്ളൂ. പ്രോപ്പർ രീതിയിൽ ട്രെയിനിങ് കൊടുത്താൽ എംപ്ലോയീസ് വേസ്റ്റേജ് ഇല്ലാതെ വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അത് അവരുടെ സ്പെഷ്യലൈസേഷൻ, തൻ്റെ വർക്കിന് സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ എൻറ്റയർ ഓർഗനൈസേഷൻ്റെ സക്സസ്സിലോട്ട് ലീഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. ഒരു ഓർഗനൈസേഷനകത്ത് ലീഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ പോയിന്റിലൂടെ മനസ്സിലായല്ലേ. നമുക്ക് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലീഡർഷിപ്പ് സ്റ്റൈൽസിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിലും the most popular classification of leadership style is on the basis of use of authority. അതോറിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന 3 ക്ലാസിഫിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓട്ടോക്രാറ്റിക് ലീഡർ, സെക്കൻഡ് വൺ ഡെമോക്രാറ്റിക് ലീഡർ, ആൻഡ് തേർഡ് വൺ ലേസസ് ഫെയർ ലീഡർ. നമ്മളിതിനെക്കുറിച്ച് പഠിക്കും. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോക്രാറ്റിക് ലീഡർ ഓർ അതോറിറ്റേറിയൻ ലീഡർ. നമുക്ക് ആ വേർഡ് മീനിങ്ങിൽ തന്നെ മനസ്സിലാവും അല്ലേ. അതോറിറ്റി, ഹിയർ ഓൾ പവർ വെസ്റ്റഡ് വിത്ത് ദി ലീഡേഴ്സ്. ലീഡറിനായിരിക്കും ഇവിടെ ഫുൾ പവർ ഉള്ളത്. സോ ലീഡർ പറയുന്നത് എന്താണോ അതൊക്കെ സബോർഡിനേറ്റ് അനുസരിക്കണം. ഓക്കെ, ലീഡർ എന്താണോ പറയുന്നത് അത് സബോർഡിനേറ്റ് അനുസരിക്കണം. ഇവിടെ സബോർഡിനേറ്റിന് യാതൊരു ഫ്രീഡവും ഇല്ല. അവരുടെ അഭിപ്രായത്തിന് അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയില്ല. എല്ലാ പവറും എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ലീഡറായിരിക്കും. സോ ഇവിടെ ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മൾ മാനേജ്മെൻറ്റിൽ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചു അല്ലേ. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവലിന് ഓർഡർ കൊടുക്കുന്നത് ലോവർ ലെവൽ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇവിടെ. എന്താണോ ലീഡർ ഓർഡർ ചെയ്യുന്നത് അത് സബോർഡിനേറ്റ് ഒബേ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. സോ ഇവിടെ ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യം റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. ഇവിടെയുള്ള എംപ്ലോയീസിന് റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കിട്ടുന്നത് അവർ ചെയ്യുന്ന വർക്കിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ലീഡർ പറയുന്ന പോലെ അവർ വർക്ക് ചെയ്ത് അവരുടെ വർക്കിൽ അവർ സക്സസ് ആയെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കും. മേ ബി അവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ്, അങ്ങനെ പലതരമുള്ള റിവാർഡ് അവർ കൊടുക്കും. നേരെ മറിച്ച് ലീഡർ പറഞ്ഞ പോലെ അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. മേ ബി ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ പെനാൽറ്റീസ് ആയിരിക്കാം, അങ്ങനെയുള്ള പണിഷ്മെൻറ്റും കിട്ടും. സോ അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുന്നത്. ഇവിടെ ലീഡർ ഡോഗ്മാറ്റിക് ആയിരിക്കും. ഡോഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണോ താൻ പറയുന്നത് അത് മറ്റുള്ളവർ അനുസരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് തൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഇവിടുത്തെ ലീഡർ. സോ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ പവർ ഉള്ളത് ലീഡറിനായിരിക്കും. നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. In autocratic or authoritarian style, manager retain all power or manager is decision-making authority.
Manager does not consult employees for input. Subordinates expected to obey orders without explanation. Motivation provided through structured reward and punishment. Okay. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ടു യൂസ് ദിസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഓക്കെ, എപ്പോഴൊക്കെയാണ് നമ്മൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. വെൻ ടു യൂസ് ഓട്ടോക്രാറ്റിക്: ന്യൂ ഓർ അൺട്രെയിൻഡ് എംപ്ലോയീസ്, ഹൈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ നീഡഡ്, ലിമിറ്റഡ് ടൈം ഫോർ ഡിസിഷൻ മേക്കിംഗ്, എംപ്ലോയീസ് ഡു നോട്ട് റെസ്പോണ്ട് ടു എനി അതർ ലീഡർഷിപ്പ് സ്റ്റൈൽ. അൺട്രെയിൻഡ് എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഈ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ ലീഡർ എന്താണോ പറയുന്നത് അത് സബോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ ഓർഗനൈസേഷൻ സക്സസ്സിലോട്ട് ലീഡ് ചെയ്യും. നെക്സ്റ്റ് വൺ, ഹൈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ നീഡ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലീഡറായിരിക്കും. സോ ഒരു ലീഡർ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ സബോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് ടൈം ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്ക് ചെയ്യാൻ സമയം കുറവാണെങ്കിൽ, ഇപ്പോൾ മറ്റ് സ്റ്റൈലിലെ പോലെ എല്ലാ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും സ്വന്തമായി തീരുമാനിച്ച് ലീഡർ തന്നെ ചെയ്യുന്നതിലൂടെ നമുക്ക് ടൈം ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ടൈം കൺസ്യൂം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് ഡു നോട്ട് റെസ്പോണ്ട് ടു എനി അതർ ലീഡർഷിപ്പ് സ്റ്റൈൽ. എംപ്ലോയീസ് മറ്റ് ലീഡർഷിപ്പ് സ്റ്റൈലിന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ യൂസ് ചെയ്യും. The next one is democratic. It includes, often referred to as participative style, keep employees informed, shared decision making and problem solving responsibility, coach who has the final say but gather information from staff members before making decision. Next one is democratic leadership or participative leadership style. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ നിന്നും തികച്ചും വ്യത്യാസമാണ്. ബിക്കോസ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തൻ്റെ സബോർഡിനേറ്റിനെയും കൂടി കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും തൻ്റെ സബോർഡിനേറ്റിനെ കൺസിഡർ ചെയ്ത് അവരുടെ ഒപ്പീനിയനും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതിലൂടെ ഓരോ വർക്കറും തൻ്റെ 100% സിൻസിയറോടുകൂടി വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ നല്ലൊരു ഗ്രൂപ്പ് എഫേർട്ട് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിലൂടെ നമുക്ക് കിട്ടും. സോ പല ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്നൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ. Next, when to use democratic: to keep employee informed, to encourage employees to share in decision making and problem solving, to provide opportunities for employees to develop a high sense of personal growth and job satisfaction, complex problems that require a lot of input, to encourage team building and participation. ഓർഗനൈസേഷനകത്തുള്ള എല്ലാ കാര്യങ്ങളും എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യേണ്ട സാഹചര്യത്തിൽ നമുക്ക് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ യൂസ് ചെയ്യാം. ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിലും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷനിലും എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടി അവരെ എൻകറേജ് ചെയ്യാൻ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ യൂസ് ചെയ്യാം. ആൻഡ് എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൽ ഡിസിഷൻ മേക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും സബോർഡിനേറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മാക്സിമം വർക്ക് ചെയ്ത് അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ നേടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ലീഡേഴ്സിന് ഒറ്റയ്ക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൻ്റെ കോവർക്കേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ യൂസ് ചെയ്യാം. ദെൻ ഒരു ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് നമുക്ക് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ യൂസ് ചെയ്യാം. The last one, laissez-faire.
also known as hands-off style, little or no direction, gives followers as much freedom as possible. All authority or power is given to the followers. Followers must determine goals, make decisions, and resolve problems on their own. The last one is laissez-faire or free reign leadership style. Okay. ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ യൂസ് ഓഫ് അതോറിറ്റിയിൽ വിശ്വസിക്കാത്തവരാണ്. കാരണം ഇവിടെ ലീഡേഴ്സ് തൻ്റെ സബോർഡിനേറ്റിന് കംപ്ലീറ്റ് ഫ്രീഡം അനുവദിച്ചിട്ടുണ്ട്. സോ ഇവിടെ ലീഡർ എന്ന് പറഞ്ഞാൽ തൻ്റെ സബോർഡിനേറ്റിന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട റിസോഴ്സസ് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി എൻറ്റയർ എല്ലാ പ്രോസസ്സും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സബോർഡിനേറ്റ് ആയിരിക്കും. അവർക്ക് എന്ത് വർക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സബോർഡിനേറ്റ് ആയിരിക്കും. ഇവിടെ ലീഡർ ഒരു പാസീവ് റോൾ മാത്രമേ വഹിക്കുന്നുള്ളൂ. സോ കംപ്ലീറ്റ് ഫ്രീഡം ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ സബോർഡിനേറ്റിന് കിട്ടുന്നുണ്ട്. When to use laissez-faire? It includes employees are highly skilled and experienced and educated. Employees have pride in their work and the drive to do it successfully on their own. Outside experts such as staff specialists or consultant are being used. Employees are trustworthy and experienced. ഒരു ഓർഗനൈസേഷനിൽ ഹൈലി സ്കിൽഡ് ഒരു എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേറ്റഡ് ആയ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ലീഡർഷിപ്പിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് laissez-faire യൂസ് ചെയ്യാം. നെക്സ്റ്റ്, താൻ ചെയ്യുന്ന വർക്കിൽ അവർ 100% കോൺഫിഡൻസ്, ഓക്കെ, അവർക്ക് അത്രത്തോളം അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വേറൊരാളുടെ ആവശ്യമില്ല, ലീഡറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇൻ കേസ് അവർക്ക് ഒരു ഔട്ട്സൈഡ് സപ്പോർട്ടറിൻ്റെ ആവശ്യം വേണമെങ്കിൽ അവർക്ക് സ്പെഷ്യലിസ്റ്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഈ എംപ്ലോയീസ് അവർ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തി, താൻ ചെയ്യുന്ന വർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിയുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഈ ഇത്തരത്തിലുള്ള laissez-faire ലീഡർഷിപ്പ് സ്റ്റൈൽ യൂസ് ചെയ്യും. സോ നമ്മളിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.